ദിവർദ്ധിം ധനവർദ്ധിത. രണ്ടെണ്ണമാണ് എങ്കിൽ ആ കുടുംബത്തെ ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും കാര്യഗൗരവങ്ങളും എല്ലാം വിളക്ക് കഴുകി വൃത്തിയാക്കി തുടച്ച് കാലിച്ച ഇല്ലാത്തതാണോ എന്നൊക്കെ നോക്കി ഒടിവോ ചതവോ വളവോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ല ശുദ്ധമായിട്ടുള്ള വിളക്ക് മാത്രം തെളിച്ചു കഴിഞ്ഞാൽ, വിളക്ക് കത്തിച്ചതിന് ശേഷം ത്രിസന്ധിക്ക് നമ്മുടെ കുടുംബത്തിൽ പിന്നെ രാമനാമം അല്ലെങ്കിൽ നിങ്ങൾ ത്രിസന്ധ്യാ ദീപജപം അല്ലെങ്കിൽ നാമജപം ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് സർവൈശ്വര്യങ്ങളും ഉണ്ടാകും. നിങ്ങൾ അറിയാത്ത ദോഷങ്ങൾ പോലും ദോഷം പിന്നെ ലക്ഷം ദോഷം ഗുരുഹന്തി എന്നാ പറയുന്നത്. ലക്ഷക്കണക്കിന് ദോഷങ്ങളുണ്ടെങ്കിലും അത് മാറിക്കിട്ടി ഐശ്വര്യ സമ്പൽ സമൃദ്ധമാകാൻ ഏറ്റവും അത്യുത്തമമാണ്. ഒരിക്കലും നിലവിളക്ക് ഊതിക്കെടുത്തരുത്. അതിൻ്റെ തിരി പിന്നിലേക്ക് വലിച്ച് എണ്ണയിൽ മുക്കിയാണ് തിരി അണയ്ക്കേണ്ടത്. ദീപം കരിന്തിരി എരിയുവാൻ, കരിന്തിരി എന്ന് വെച്ചാൽ കരിഞ്ഞു പോകുവാൻ അനുവദിക്കരുത്. അത് ദോഷകരമാണ്. അതുകൊണ്ടായിരിക്കാം നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. നിലവിളക്കിന് ഒരുപാട് 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 പ്രാധാന്യങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും